ദ സീക്രട്ട് രഹസ്യം മലയാളം എഡിഷൻ. അപ്പം ഞാൻ വായിച്ചിട്ടുള്ളത് മലയാളം എഡിഷനാണ് സീക്രട്ടിൻ്റെ. അപ്പോൾ ഈ ബുക്കിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയുന്നത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, മെൻറ്റേഴ്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ യൂട്യൂബിൽ, ഞാൻ കാശ് മുടക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളാണ്. ഇത്രയും ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ 100 ടൈംസ് എഴുതൂ. അതെനിക്കറിയില്ല എത്രത്തോളം സത്യമാണെന്ന്. നമ്മളൊരു കാര്യം ഒരു 100 വട്ടം എഴുതിയെന്ന് കരുതി അതൊക്കെ സംഭവിക്കുമെന്നൊക്കെ എനിക്കതിൽ വിശ്വാസമില്ല പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ ഈ ബുക്ക് മുഴുവനായിട്ട് ഒരു തവണ ഒന്നും വായിച്ചാൽ ഇതിൻ്റെ കോർ കൺസെപ്റ്റ് മനസ്സിലാകത്തില്ല. ആദ്യം വായിച്ചപ്പോൾ ഞാൻ കരുതിയോ നമ്മൾ എന്താഗ്രഹിച്ചാലും അങ്ങ് നടക്കും അല്ലേ, നമ്മൾ ചുമ്മാതെ ഇരുന്ന് പ്രപഞ്ചത്തിനോട് ചോദിച്ചാൽ മതി എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഈ ബുക്ക് പലതവണ വായിച്ചപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കോർ സംഭവം എനിക്ക് കിട്ടിയത്. പിന്നെ പല ബുക്സ് വായിച്ചു, പല നല്ല ആളുകളുടെ വീഡിയോസ് കണ്ടു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ കരുതി വെച്ചതല്ല ലോ ഓഫ് അട്രാക്ഷൻ, അത് കുറച്ച് ഞാൻ കരുതിയതിനേക്കാളും വ്യത്യസ്തമാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം സംഭവമൊന്നുമില്ല, ഒരു 3-4 വർഷത്തിന് മുൻപ് ഞാനിങ്ങനെ ഭയങ്കര ഡള്ളായി പോയിക്കൊണ്ടിരുന്നൊരു സമയമുണ്ട്. അപ്പം ആരെങ്കിലും എന്നെ ഒന്ന് വിഷമിപ്പിച്ചാലോ, എൻ്റെ കോളേജിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒന്ന് വിഷമിപ്പിച്ചാൽ അത് തന്നെ മനസ്സിൽ കൊണ്ട് നടന്ന് ഞാൻ എന്നെ തന്നെ പൊല്യൂട്ട് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തെറ്റാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും അറിയില്ലായിരുന്നു. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ ആ ഒരു സിറ്റുവേഷൻ, എൻ്റെ അന്തരീക്ഷം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇന്നലെ ഉള്ളതിനേക്കാളും കുറെ കൂടി ബാഡായി ഇന്ന്. ഇതിനേക്കാളും കഷ്ടമായിരുന്നു വരാൻ പോകുന്ന ദിവസങ്ങൾ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പം പിന്നെ അന്ന് എനിക്കതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം, അതായത് ഈ ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫീലിങ്സ് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത്. ഞാൻ അന്ന് പുറത്തോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യം, വിഷമം, നിരാശയൊക്കെയാണ്. അപ്പം അതനുസരിച്ചിട്ടുള്ള സംഭവങ്ങളാണ് വീണ്ടും എൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇത് അങ്ങനെ അന്നെനിക്ക് അങ്ങനെ ഒരു വലിയൊരു ട്രോമ തന്നെ ലൈഫിലുണ്ടായി. അപ്പം അതങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ എത്തിച്ചു. കാരണം നിരന്തരമായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഊണിലും ഉറക്കത്തിലുമൊക്കെ ഇത് തന്നെ ഞാൻ കരുതുന്നു. ഒരു ഭയങ്കര സാഡ് ഫീലിങ്സ് ആയപ്പം അതൊരു സാഡ് ഇൻസിഡൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്ന് ഭവിച്ചു. അപ്പോൾ പിന്നെ അതിനെല്ലാം ഞാൻ ഈ ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം ലൈഫിലുണ്ടായ സംഭവങ്ങളെല്ലാം കോറിലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ നിരന്തരമായിട്ട് ഏത് രീതിയിലാണോ നമ്മുടെ ഫീലിങ്സ് ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള സംഭവം നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. നമ്മൾ ന്യൂട്രലായിട്ട് പോകണേ നമ്മുടെ ജീവിതവും ന്യൂട്രലായിട്ട് പോകും. നമ്മൾ നല്ല ഹൈ സന്തോഷത്തിൽ നല്ല ഫീലിങ്സിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ലൈഫിലും അതുപോലെ നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത് ഞാൻ ബുക്സ് മാത്രം വായിച്ചിട്ടുള്ള അറിവല്ല, ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇത് എനിക്കെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അല്ലേ. ഇതിനെയൊക്കെ നമ്മുടെ ലൈഫിലുണ്ടായ നല്ലതും മോശവുമായിട്ടുള്ള സംഭവങ്ങളെയൊക്കെ എടുത്തൊന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ തന്നെയാണ് അതിൻ്റെ ഒരു കാരണം അല്ലേ. നമുക്കൊരു ലൈഫിലൊരു നല്ല സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ നാൾക്ക് മുൻപെങ്കിലും നമ്മുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ, നല്ല ഫീലിങ്സും വന്നിട്ടുണ്ടാവും, നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. സിമിലർലി ഒരു മോശം സംഭവം നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ നാൾക്ക് മുതലേ നമ്മുടെ മനസ്സ് വല്ലാണ്ട് സങ്കടപ്പെടുകയും നിരാശയിലേക്ക് കൂടി പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അപ്പം നമുക്ക് മനസ്സിലാവും ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത്. അപ്പം ഇതാണോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല. അതുപോലെ ഇത് തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ഇത്ര തവണ എഴുതൂ, അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല. എത്രത്തോളം ട്രസ്റ്റ് ആണെന്നും എനിക്കറിയില്ല. നമുക്കൊരാഗ്രഹം തീവ്രമായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക, നല്ലൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക, അതായത് നല്ല രീതിയിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുക. എന്തായാലും നമുക്കറിയില്ല നല്ലതായിരിക്കുമോ മോശമായിരിക്കുമോ എന്ന് നമുക്കറിയില്ല റിസൾട്ട്, എന്നാൽ നല്ലതായിരിക്കും എന്നങ്ങ് വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് നല്ലതിനെ പ്രതീക്ഷിക്കുമ്പം സ്വാഭാവികമായിട്ടും നല്ലത് വരും.
ഇതല്ലെങ്കിൽ മറ്റൊന്ന് നമ്മുടെ ലൈഫിലേക്ക് നല്ലതായിട്ട് വന്ന് ഭവിക്കും. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്.